അപ്പം അടുത്ത വീഡിയോ തുടങ്ങുകയാണ്. നമ്മളിന്ന് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ പോകുന്നത് തപ്പോൾക്ക എന്ന് പറഞ്ഞ ഹംഗറിയിൽ തന്നെയുള്ള വേറൊരു സ്ഥലത്തിലോട്ടാണ്. നമ്മുടെ കൂടെ ഇപ്പം അമീറും ശ്രീതിലും ഉണ്ട്. പിന്നെ മറിയ എന്നെ നമ്മളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് ഗോ. അതെന്തുകൊണ്ട് അമീർ? ഫാഷൻ സെൻസ് ഇല്ലാത്തോണ്ടാണ്. എല്ലാരും പറഞ്ഞോണ്ടോ നമ്മളിവിടുന്ന് ടപ്പോൾക്ക പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹംഗറി പാസ് എടുക്കണം. ഹംഗറി പാസ് എന്ന് പറഞ്ഞാൽ ഈ ഹംഗറിയിൽ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക, ട്രെയിന്, ബസ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാസ്സാണ്. അതുണ്ടെങ്കിൽ പിന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ വളരെ ചീപ്പായിട്ട് ട്രെയിൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നതിന് 300 ഫോറിൻസേ ആവുന്നുള്ളൂ. പക്ഷേ ഈ ഹംഗറി പാസിന് ഓൾമോസ്റ്റ് 1850 ഫോറിൻസ് ഉണ്ട്. അപ്പം അമീറും മറിയും ഹംഗറി പാസ് എടുക്കാൻ വേണ്ടി നിൽക്കുക. ഞങ്ങൾ ഓൾറെഡി ഹംഗറി പാസ് അതെ ഇതുപോലത്തെ മെഷീൻസ് കാണും എല്ലാ ട്രാം സ്റ്റോപ്പിലും ഒക്കെ കാണും. അപ്പം അമീർ ഹംഗറി പാസ് എടുക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ പോലെ 1850, ഓൾമോസ്റ്റ് ഒരു 400 റുപ്പീസ് ഒക്കെ വരും. ഡൽഹി പലയാദൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രാം എടുത്ത് ഒരു 25 മിനിറ്റ്സ് എടുക്കും അവിടെ എത്താൻ. അന്ന അവിടുന്ന് ജോയിൻ ചെയ്യും നമ്മുടെ കൂടെ എന്നാണ് അവൾ പറഞ്ഞത്. രാവിലെ എണ്ണിറ്റ് റെഡിയായി ഇറങ്ങിയോന്ന് ആർക്കറിയാം. ഇറങ്ങാൻ കുറെ പാടുപെട്ടായിരുന്നു. ഐ മീൻ എണ്ണിക്കാൻ കുറെ പാടുപെട്ടായിരുന്നു. ഇവനും അമീറും എണ്ണിക്കാൻ കുറെ പാടുപെട്ടായിരുന്നു. ഇതാണ് ഞാൻ ശ്രീതിലെ മാത്രമായിട്ട് ട്രിപ്പിന് പോകുന്നത്. ശ്രീതിലാവുമ്പോൾ പിന്നെ ഒറ്റ വിളിച്ച് പെട്ടെന്ന് ചാടി എണ്ണിച്ച് കുളിച്ച് അവർ റെഡിയായി ഇറങ്ങി. ഇതാണ് ടിക്കറ്റ് ഗൈസ്. എക്സ്പയറി ഡേറ്റ് 1 മാസത്തേക്കിനാണ് അത് അടിച്ചു കിട്ടുന്നത്. ഇത് നമുക്ക് ഫോണിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഇവനിങ്ങനെ കണ്ണാപ്പിയായിട്ട് ഫോണിന്റെ ബാക്കിൽ വെക്കുന്നതാണ് താല്പര്യം. അപ്പം അതൊരു പ്രാക്ടിക്കലി ചിന്തിക്കുമ്പം നല്ലൊരു പോയിന്റ് ആണ്. ഫോൺ ഓഫ് ആവുകയാണെങ്കിലും ടിക്കറ്റ് കയ്യിൽ കാണും. പിന്നെ നമ്മളൊക്കെ ഫോണിന് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ ഇത് സാംസങ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ എപ്പോൾ വേണമെങ്കിലും പോവാവുന്നതാണ്. സോ സൈഡെങ്കിലും അവർ മറ്റേതായിരിക്കും. ഇത് പഴയ ട്രാമാണ്. പുതിയ ട്രാമിൽ നമുക്ക് പോവാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഏത് ട്രാമാണെങ്കിലും എന്താ സ്ഥലത്തെത്തിയാൽ പോരെ. ഗൈസ് നിങ്ങൾ വീഡിയോ കോൺഷ്യസ് ആവരുത്. അമീറാണ് കോൺഷ്യസ്. ക്യാമറ വരുമ്പോൾ തന്നെ അമീറുടെ മുഖം മാറുന്ന മൂക്കൊക്കെ ചെറുതാക്കി ചുണ്ട് വലുതാക്കി. എന്ത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോ അവള് ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് എവിടെ പോയേ? ഒരു ബേസിക് സാധനമാണ്. അയ്യോ, എന്റെ കാപ്പിപ്പൊടി ഒരു കുപ്പിയിലെ പകുതി കാപ്പിപ്പൊടിയും തീർത്തത് ഇവനാ. മുഖത്ത് ഫേഷ്യൽ തേക്കാൻ വേണ്ടി ഏതോ ഒരു ദിവസം തന്ന്. അത് അവളെന്നെ കാപ്പിപ്പൊടി വാങ്ങിട്ട് 2 കൊല്ലം. എന്റെ 2 കൊല്ലം. ഇവൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്. ഞാൻ കാപ്പി ഇടുന്നേക്കാളും മുഖത്ത് തേക്കുന്ന ഇവനാ. കാപ്പിയും പഞ്ചാരയും. ഞാൻ എന്തെങ്കിലും മുഖത്ത് ചപ്പ വേണം. തുളസി തപ്പിയതൊന്ന് കാണിച്ചേ. തുളസി ചന്ദനമഴ എന്നൊക്കെ പറയേണ്ട നിമിഷം ഫോൺ ഞാൻ കാണിച്ചു തരാലോ. ഓൾറെഡി എടുത്തു വെച്ചിട്ടാണ്. സ്ഥിരം പാർട്ടിയാന്ന്. തുളസി ഫാനാ. എന്റെ പേര് തുളസിയാകൊന്നും ഞാൻ നോക്കിയില്ല. അല്ലാണ്ട് ആളെ നിനക്കറിയാലേ. നമ്മുടെ വീഡിയോ കാണാറില്ലേ ഈ മറ്റേ മിയ ഖലീഫയുടെ ഒക്കെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാരാന്നറിയോന്ന്. എന്നിട്ട് ആൾക്കാരാണെങ്കിൽ ചിരിച്ചിട്ട് നോക്കില്ല. നമ്മളിപ്പം ഡൽഹി പലയാദൂരിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഈ കാണുന്ന മാവെന്ന് എഴുതിയേക്കുന്നില്ലേ, അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പം
ഇവർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാണുന്ന മഞ്ഞ ABC-ലോട്ട് പോവാ. അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനും പിന്നെ കുടിക്കാനുള്ള എന്തെങ്കിലും വെള്ളമൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ന്യൂ വ്ളോഗർ ഇൻ ടൗൺ. നിങ്ങളൊക്കെ കൊണ്ട് പോവാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പെക്സക്കി കയറണമെന്ന് പറഞ്ഞു, പെക്സക്കി കയറി. എന്നിട്ട് അവിടെ നിന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മഞ്ഞ ABC കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കുമെന്തോ കണ്ടറിയേണ്ടി വരും. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. 2 ക്രോയ്സൻറ്റും പിന്നെ ഞാനൊരു എൽക്കാർണറ്റിൻ്റെ ഒരു ഡ്രിങ്ക് വാങ്ങിച്ചു, പിന്നെ വെള്ളവും വാങ്ങിച്ചു. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറുന്നു. അന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്നെ നമ്മളെ കണ്ടിട്ടില്ല. അന്നെ ഞാൻ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുറച്ചെന്നാ കൈ തന്നില്ല ഗൈസ്. ഞാൻ ബേസിൽ യൂണിവേഴ്സിറ്റിയിൽ കയറിയിരിക്കുന്നു ഗൈസ്. ഓക്കെ 842 ഗൈസ്. അതിൽ കാണുന്ന ആ നഗി കനീസ എന്നുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഈ കിടക്കുന്ന ട്രെയിനാണ് നമുക്ക് പോകുന്നത് ഗൈസ്. കോച്ച് നമ്പർ 7 ആണ്. കോച്ച് നമ്പർ 7ലോട്ട് വണ്ടി എടുത്തു പോവാ. ഇതാണ് വെൽക്കം ഡ്രിങ്ക്. ഇതായത് അതല്ല ഒരു മിനിറ്റ്, ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ. ഒരബദ്ധം പറ്റിയതാണ്. ഇതിനേക്കാൾ പറ്റുന്നിട്ട് ഞങ്ങൾ ഇവിടെ പോയപ്പോ പാരീസിൽ പോയപ്പോ അങ്ങനെ നമ്മൾ ബുഡാപെസ്റ്റിനോട് വിട പറയുന്നു. ബൈ ബൈ. ഇനിയിപ്പം നമ്മൾ എവിടെ കപ്പോൾക്ക് എത്തിയിട്ട് വീഡിയോ എടുക്കത്തുള്ളൂ ഗൈസ്. നല്ല ഉറക്കം ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു, ഈ വ്ളോഗിങ് എന്ന് പറയുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹമാണ്. പണ്ട് ഞാൻ കുറേ വ്ളോഗുകൾ എടുത്തിട്ടുണ്ട്, പക്ഷെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു യുക്രൈനിൽ വെച്ചിട്ടുള്ള വെരി ഫസ്റ്റ് ട്രിപ്പിൻ്റെ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത്, അത് ഞാൻ ഒരു പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലായിരുന്നു ഇന്നലെ രാത്രി. അപ്പം അങ്ങനെ ഇന്നലെ രാത്രി 12 മണിയായപ്പോഴാണ് ജോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു രാവിലെ 4-4:30 വരെ ഞാൻ അതിൻ്റെ പുറത്തിരുന്നു. എന്നാൽ അത് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ല. ഇന്ന് വൈകിട്ട് പോയിട്ട് വേണം അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോസ് ഈ വീഡിയോ അതിന് മുമ്പ് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇതിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഒരു 5 മണിയായപ്പോൾ എണീക്കുകയും ചെയ്തു. അപ്പോൾ കാര്യമായിട്ട് ഉറങ്ങിയിട്ടില്ല. അപ്പം ട്രെയിനിലുള്ള ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കിടന്നുറങ്ങാനാണ് എൻ്റെ പ്ലാൻ. ഇരിക്കാൻ പറ്റത്തില്ല. അതെ, എന്താ പറ്റി സീറ്റ് മാറിയിരുന്നത്? ഗൈസ്, നമ്മളെ എല്ലാരെയും ഉറക്കം കളഞ്ഞിട്ട് ഒരു തെണ്ടി നൈസായിട്ട് കിടന്ന് ഉറങ്ങുന്ന നമ്മൾ പോകുന്ന വഴിയാണ്. അവിടെയാണ് ബാലറ്റൻ ലേക്ക്. അത് കാണാൻ പറ്റുമോ? വേറെ ഞങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളതാണ് എല്ലാവരും കൂടെ. ഞങ്ങളൊരു 10-15 പേര് ഇവിടെ ഹംഗറിയിലുള്ള മലയാളീസ്, കുറച്ച് 10-15 പേര് ഞങ്ങൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. അടിപൊളി ഒരു ട്രിപ്പായിരുന്നു അത്. ഞങ്ങളിവിടെ വന്നിട്ട് ഞാൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരും. നമ്മളപ്പം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ബാലറ്റൻ സെൻറ്റ് ജോർജി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് തപ്പോൾക്ക എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഇനി നമ്മൾ വേറൊരു വണ്ടിയും കൂടെ എടുക്കേണ്ടി വരും മോസ്റ്റ് പ്രോബബ്ലി. ഗൈസ്,
അടുത്ത ടിക്കറ്റ് എടുക്കാതെ അടുത്ത ട്രെയിനിൽ കയറുക. ഈ ട്രെയിനിൽ കയറണം തപ്പോൾക്കിലോട്ട് പോകാനെന്ന് അവിടെ ഒരാൾ പറഞ്ഞു. അപ്പൊ അത് കണ്ടിട്ട് നമ്മളത് കയറുക. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഈ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ട്രെയിനില്ലേ, അതില് ടിക്കറ്റ് നമുക്ക് എടുക്കണ്ട. ബിക്കോസ് നമുക്ക് ഹംഗറി പാസ് ഉണ്ടെങ്കിൽ 0 ഫോറിൻസിന്റെ. പക്ഷെ ടിക്കറ്റ് നമ്മൾ റിസർവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. റിസർവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലേ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അത്രേ കാണത്തുള്ളൂ. സീറ്റ് നമ്പർ ഇല്ല. അപ്പൊ ഇതിന് റിസർവേഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇതിൽ നിന്നും ആൾക്കാർ പോകുന്നുണ്ടല്ലോ. ഈ വണ്ടിക്ക് ടിക്കറ്റ് വേണ്ട, ഹംഗറി പാസ്. അങ്ങനെ കപ്പോൾക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്നു. നമ്മള് വാലറ്റൻ സെന്റ് ജോർന്നല്ലേ കേറിയത്. അതാണ് വിശ്വാസം, ഉറപ്പില്ല കേട്ടാ. ഇവിടുന്ന് ഇനിയിപ്പം നമ്മള് ഒരു ലേക്ക് കേവിലോട്ടാണ് പോകുന്നത്. അവിടെ എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ല. നമ്മളിത് ടപ്പോൾക്കയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ടപ്പോൾക്കയുടെ മാപ്പ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്രോയിസന്റ് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരെ കേവിലോട്ട് പോവാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ. അടുത്ത നല്ല ഭംഗിയില്ല കാണാൻ, ലാവൻഡർ പൂക്കൾ. നമ്മളിപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ട് നടക്കാൻ. ഇതൊക്കെ ഒരു ഫണ്ണ്. നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്ന് അവിടെ നമ്മൾ നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ബസ് കിട്ടാനിട്ടല്ല. അല്ല, ബസ് നമുക്ക് വേണമെങ്കിൽ തപ്പായിരുന്നു. ബസ് തപ്പാവുന്ന ഒരു ഇതേ ഉള്ളായിരുന്നു. പക്ഷെ എപ്പോഴും ഒരു പുതിയ സ്ഥലത്ത് വന്നാൽ നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന അത്രയും നമുക്ക് ഒരു ബസ്സിലോ കാറിലോ ടാക്സിയിലോ പോയാൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ പച്ചപ്പും ഹരിതാപവും ഇപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയെന്ന് പറയുന്നത് കുറേ മരങ്ങളും ഒരു കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ്. പക്ഷെ നല്ലൊരു ഫോട്ടോ കിട്ടി. ഇതൊക്കെയാണ്, അങ്ങനെ നടന്നുകൊണ്ട് മാത്രമാണ് നമുക്കത് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീതിൽ പറയുന്നത് നടക്കുന്ന വഴി ആണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആരും നടക്കാത്ത വഴി കൂടെ നമ്മൾ നടക്കുമ്പോഴാണല്ലോ അത് നമ്മുടെ വഴിയാവുന്നത്, അല്ലേ? പുതിയ വഴികൾ കണ്ടെത്തുക, അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമീർ നമ്മളെ ഏതൊക്കെയോ വഴി കൂടെ കൊണ്ടുപോകുന്നുണ്ട്. എങ്ങോട്ടാന്ന് അവനും വലിയ പിടുത്തവും ഇല്ല, ഞങ്ങൾക്കും ഇല്ല. അപ്പൊ പിന്നെ എനിക്കും കൂടെ കുറച്ചതാ. എനിക്ക് നമ്മൾ 5 പേര് പോകുമ്പോ സിയാസ്തോക്ക് പറയാണ്ട് സിയ എന്ന് പറഞ്ഞാൽ മതി. ഗൈസ്, ഇവിടെ ഗ്രീറ്റ് ചെയ്യുന്നത് സിയ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ യോനപ്പോത്ത്, പിന്നെ യോനപ്പോത്ത് കിവാനോക്ക്, ചോക്കോലോം, അങ്ങനെ പല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഒരു 3-4 പേര് നിൽക്കുമ്പോൾ നമ്മൾ സിയാസ്തോക്ക് എന്ന് പറയും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രീറ്റിംഗ് രീതി, ഹംഗേറിയൻ ലാംഗ്വേജ്. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശം കുറച്ചൊന്ന് പോഷ്വൽക്കരിച്ച് കാണുന്നുണ്ടല്ലേ. ഇത് നേരത്തെ അന്ന പറഞ്ഞ പോലെ ഒരു തമിഴ്നാട്ടിൽ വന്ന ഫീലുണ്ട് കേട്ടാ. കഴിഞ്ഞ വ്ലോഗിലാണെങ്കിലും അതായത് ഇതൊക്കെ ഔട്ട്സ്കേർട്സ് ആണല്ലോ, എന്ന് വെച്ചാൽ ഗ്രാമങ്ങള്. ഹംഗറിയിൽ സത്യം പറഞ്ഞാൽ മറ്റേ മോഡേൺ മറ്റേ
നല്ല ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനത്തെ കാര്യങ്ങളും ഭയങ്കര ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ബുദാപെസ്റ്റിൽ മാത്രമാണ് ഗൈസ്. അപ്പം ബാക്കി സ്ഥലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ ചെറിയ ചെറിയ വീടുകൾ, റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ അങ്ങനത്തെ ഒരു വൈബ് മാത്രമേ ഉള്ളൂ. ഇത് സിറ്റി സെൻറ്റർ എത്താറായെന്ന് തോന്നുന്നു. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ആൾക്കാരെ കണ്ടു തുടങ്ങി. അതാ കോഴിക്കാർപ്പ്. കോഴിക്കാർപ്പല്ലേ? ഓ കോഴിക്കാർപ്പ്. വാവ് ഗൈസ്, കണ്ടാ, അടിപൊളി. ഗൈസ് എന്ത് അടിപൊളിയാണെന്ന് നോക്ക് ഗൈസ്, എന്തൊരു ഭംഗിയാ ഈ മീനുകളൊക്കെ. ഞാൻ ഈ സൈഡില് ഇതിന്റെ ഒരു അണ്ടർ വാട്ടർ ഷോട്ട് ഞാൻ കാണിച്ചു തരാം. എന്തൊരു ഭംഗിയാന്ന് അറിയോ. ടേസ്റ്റ് ഉണ്ടാകും, മസാല ഒക്കെ പുരട്ടിയാ മതി. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നടന്നു പോയാലേ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ജസ്റ്റ് വന്ന വഴിക്ക് നമുക്ക് അവിടെ നിന്ന് നേരെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയ ഡീവിയേഷൻ എടുത്തപ്പോഴാണ് ഈ ഒരു ചെറിയ കുളവും ആ മീനുകളെയും പിന്നെ ആ ഒരു സീനറി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന ഓരോ കാഴ്ചകളും നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതെ, ഓക്കെയോ? ഗൈസ് അവസാനം നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പോയി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇനിയിപ്പം. ഇവിടെ എവിടെയോ ഞാൻ അതാ റേറ്റ് കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് റേറ്റ്. പിന്നെ വേറെ ഇംഗ്ലീഷിൽ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഡിസ്കൗണ്ടറാന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 5,000 ആണ് ടിക്കറ്റിനെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് 4,100 വെച്ചിട്ട് പെർ ടിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പം എത്ര നമുക്കപ്പം എക്സിബിഷനും കൂടെ ഇതിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യാം. പിന്നെ എത്ര എത്ര നേരമാണിത്? ഓൾമോസ്റ്റ് 1 hour ആണ് ഈ റൈഡ്. അപ്പോൾ നമുക്ക് ബാക്കി അകത്ത് പോയിട്ട് നോക്കാം എങ്ങനെയാ കാര്യങ്ങളെന്ന്. ടിക്കറ്റ് വാങ്ങിക്കട്ടെ ഞാൻ. ഓക്കെ, ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അന്നയുടെ ഓരോരോ ആചാരങ്ങള്. നമ്മള് ഇവിടുന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറുക. ഇതാണ് കേവ്. നമ്മളിവിടെ ഇതൊക്കെ എക്സിബിഷനാണ്. എല്ലാത്തിനും ഇംഗ്ലീഷ്. എന്തുവാ കേവ് ആണെങ്കിൽ ഷെൽട്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. വേൾഡ് വാർ 2 ഒരു റിലാക്സേഷൻ അല്ല അതിൽ കാണുന്നത്. ഇത് വേൾഡ് വാർ 2 ഫോട്ടോ അല്ലടാ കുട്ടേട്ടാ. നന്നായിട്ടുണ്ട്, നല്ല തണുപ്പ്. അങ്ങ് കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ട നിങ്ങളെ
സുഭാഷേ വൈബ്. അതെ ഇവിടെ ഈ ആൾക്കാർ കണ്ടുപിടിച്ചൊക്കെ സമ്മതിക്കണല്ലേ. ഫോട്ടോ അല്ലേ ഓ ഗൈസ്, ആ ഭംഗി. യൂഷ്വൽ ഫോട്ടോഷൂട്ട്സ് കാര്യങ്ങൾ നടക്കുന്ന. ഉണ്ടില്ല ചെയ്യണ്ട. ഓ നൈസ്. ആ വശം നീ എടുത്തോ, ഈ വശം ഞാൻ എടുത്തു. ഓ ഗൈസ്, ഇത് വെള്ളമാ ഇവിടെ ആണോ? അതായത് എന്താ പറയുക, ഞാൻ പറഞ്ഞ ഈ ആ ചൂടുവെള്ളം എന്നല്ല, ആ ലാവ കാരണം തിളയ്ക്കുന്ന വെള്ളം ഈ എന്താ പറയുക പാറകളിൽ കൂടെ ഒഴുകി ആ പാറകളെ ഡിസോൾവ് ചെയ്തിട്ട് അവിടെ കുഴികളും കുണ്ടുകളും ഒക്കെ ആയി ആണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. ആ വെള്ളം ഒക്കെയാണ്, ആ വെള്ളമല്ല, ഇത് നോർമൽ ലേക്ക് വാട്ടറാണ് ഇതിൽ കൂടെ ഒഴുകി പോകുന്നത്, താഴെ കൂടെ പോകുന്നത്. അപ്പം ഇത് ഫോം ചെയ്തത് അങ്ങനെയാണ്. പക്ഷെ എന്താ പറയുക, ഇപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഇവരൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ ബോട്ട് റൈഡും ഒരു 1 hour, അതായത് ഒരു എന്താ പറയുക എക്സിബിഷനും അതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററി പറഞ്ഞു തരികയും അല്ലെങ്കിൽ അതിന് ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് ഒരു ബ്രീഫൊക്കെ തന്ന് ഇത് ആണ് വെച്ചേക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭംഗി നിങ്ങളൊന്ന് നോക്ക്, എന്ത് കിടിലമാണ്. നൈസ് ഗൈസ്. വാവ്, ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഗൈസ്. ഒന്ന് മാറിക്കേ. നീ നടക്കിരുന്നോ? ഓ ഗൈസ്, ആ എടുക്ക. ഞാൻ പറഞ്ഞുതരാം. എടാ റൈറ്റിലോട്ട് തിരിയുമ്പോൾ റൈറ്റ് സൈഡ് തുഴയാ. നീ പറഞ്ഞോ? ഇവര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നീ തറഞ്ഞ എന്നിട്ട് നീ ഇത് മണ്ടയ്ക്ക് ഒന്ന് ഇതാക്കിക്കോ. എടാ നിക്കടാ അമീറ, നിക്ക് അമീറ, നിക്ക് അവിടെ പിടിച്ച് നിക്ക്. ഇതോടി നമ്മൾ അന്നാദ്യം കണ്ടത്. ഇതിന് തൊഴിലാണ്. ഞാൻ പഠിച്ചു ഗൈസ്, ഞാൻ തൊഴാൻ പഠിച്ചു. എന്താ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. സംഭവം ഹംഗറിയിൽ തന്നെ പല സ്ഥലങ്ങളും നമ്മൾ കാണാനും എടുക്കാനും ഒക്കെ ഉണ്ട്.
പക്ഷെ നമുക്ക് ഒരു സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാല് എക്സാം എല്ലാം കഴിഞ്ഞു, പാസ്സായി, ഡോക്ടേഴ്സായി, അതൊക്കെ ആ ഒരു സന്തോഷവും പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന, പിന്നെ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് പാർട്ട് ടൈം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു ലീവിന് നമ്മളിങ്ങനെ ഇറങ്ങി കറങ്ങുവാണ്. ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. അതിന് ട്രാവൽ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ എന്ത് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നോക്ക്. സത്യം പറഞ്ഞാലേ നമ്മൾ മൊത്തത്തിൽ തൊഴേണ്ട ആവശ്യമില്ല. ഇവിടെ എന്നൊക്കെ പറഞ്ഞ കഷ്ടിച്ച് ഈ സാധനം ഞാൻ തന്നെ ഗൈസ്, ഇവിടെ നമ്മള് അധികം തൊഴേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ആക്കി വിടാം. അത് ബാക്കിൽ ശ്രീതിലാക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പിടിച്ച് സൈഡൊക്കെ തിരിച്ച് പോകുന്നതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ തിരിച്ച് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വള്ളത്തിൽ നിന്ന് ഇറങ്ങി. ബാഗ് ഇതൊക്കെ തന്നോ? നിങ്ങൾക്ക് എങ്ങനെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി, അഡ്വെഞ്ചറസ്. പക്ഷെ കുറച്ചുകൂടെ ദൂരം വേണം, കുറച്ചുകൂടെ ടൈം വേണമായിരുന്നു. ഞാൻ മറ്റേ മോനെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്ക് ചിലപ്പം വേറെ ഡീവിയേറ്റ് ചെയ്ത് പോയോ അല്ലോ. വേറെ കേവ് ഉണ്ടെന്ന് തോന്നുന്നു. അതും ആവാം. വർത്ത് ഇറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വർത്ത് ഇറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ, മൈൻഡ് ബ്ലോയിങ്, അടിപൊളി, ലൈഫ് ടൈം എക്സ്പീരിയൻസ്. കൊള്ളാം. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അവൾ സ്റ്റോറിയൊക്കെ ഇട്ട് അത് കണ്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരണമെന്ന്. പിന്നെ ഒരു കറക്റ്റ് ദിവസം കിട്ടിയപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ കൊണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കൂടെ വന്നു, സെറ്റ്. ഇനിയും കപ്പൂർക്കയിൽ വേറെ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയി കാണാം. ഇനി ബാക്കി കാഴ്ചകളോട്ട് ബൈ. ഐസ്ക്രീം എടുത്തോ? അങ്ങനെ പോലെ തന്നെ നമ്മളെ ബലാട്ടണത്തെ മറ്റേ സ്ഥലല്ലേ ട്രെയിൻ അവിടെ പോലെ വീണ്ടും എല്ലാരും ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കുന്നത്. മറ്റേ സാധനം ഉണ്ട്. ഓ ബൂമറാങ്. നീ ട്രൈ ചെയ്തിട്ടുണ്ടോ? കൊള്ളാല്ലേ? 1500 അതേ കല്ല് ഇവിടെ ഒരൊറ്റ എണ്ണത്തിന് 100 ഫോറൻസാ. ഓ ഇതിന് 100 ഇത് എടുത്താലും ഓർമ്മയ്ക്കായിട്ട് ഒരു കല്ല ഓർമ്മയ്ക്കായിട്ടാണ് ഇവരൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയ്ക്ക് ആണ് ഈ വീഡിയോസ്. ഇത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, നിങ്ങളെല്ലാവരും കാണിക്കും, എനിക്കൊരു ഓർമ്മയായി സൂക്ഷിക്കും. ഇതൊക്കെയല്ലേ ഒരു ഫണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ തന്നെ നിൽക്കുക. എങ്ങോട്ട് പോകണമെന്ന് നോ ഐഡിയ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ മെയിനായിട്ട് എന്താ ഓൺലൈൻ ചോദിച്ചാൽ സിറ്റി സെൻറ്ററും, അതായത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ മീനും കാര്യങ്ങളൊക്കെ ഉള്ള ആ ലേക്ക്, ആ ചെറിയ ലേക്കും, പിന്നെ ഈ പറയുന്ന ഈ ബോട്ടിങ്ങാണ്, ഈ ലേക്ക് കേവിൻ്റെ ബോട്ടിങ്. വേറെ ഇപ്പം പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. തൽക്കാലത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഇവിടെ പോവാം, ആ സിറ്റി സെൻറ്ററിൽ പോവാം. നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ആ സ്ഥലവും പിന്നെ ഇവിടെ ടപ്പോൾക്കാന്ന് എഴുതിയേക്കുന്ന ഒരു ഫ്രെയിമുണ്ട്, അതും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്യാം. അത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ.
ചെറിയൊരു സിറ്റിയാണ്. ഇവിടെ അധികം കടകളോ അധികം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, മോളുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല. പിന്നെ ആകെ കൂടെ ഉള്ളത് ഈ ഒരു സിറ്റി സെന്ററും പിന്നെ ആ നമ്മൾ നേരത്തെ പോയ ലേക്ക് കേവുമാണ്. അപ്പം ഇതെല്ലാം അത്യാവശ്യം അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അന്നയ്ക്ക് കോഴിക്കാർപ്പിൻ്റെ ഇത് കാണിക്കാൻ വേണ്ടി പോയതാ. അവള് അത് ഗോൾഡ് ഫിഷ് ആണെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പം കോഴിക്കാർപ്പ് ഇസ് മൈ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിഷ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫിഷാണ്. അപ്പം നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി. ഇനി അവിടുന്ന് ഒരു തിന്നാനുള്ള ഇഷ്ടമൊന്നുമല്ല, വളർത്താൻ ഇഷ്ടമുള്ള ഫിഷ്. തിന്നാനല്ല കേട്ടോ ഗൈസ്, വളർത്താൻ. സോ എന്നെങ്കിലും എനിക്കൊരു ചെറിയ കുളം സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ കുറേ കോഴിക്കാർപ്പ് മാത്രമല്ല പല തരത്തിലുള്ള പല മീനുകളെ വളർത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവമാണ്. അപ്പം ഭാവിയിൽ നടക്കട്ടെ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുക. ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ശരി, അപ്പോൾ ഇനി ബസ് കയറിയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? സിഗ്ലിഗറ്റ്. അവിടെ എന്താ ഉള്ളത്? നമ്മുടെ ഈ സാധനം എന്ത്? ഓ ഓക്കെ, മുന്തിരിയാണത്. മുന്തിരിയാന്ന് തോന്നുന്നു. മുന്തിരി പക്ഷെ ഇത്രയും നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഇടയ്ക്കൊക്കെ എപ്പോഴും ഈ സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് സൗണ്ടും ബഹളവും. ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ കാമാണ്, നല്ല രസമാണ്. എനിക്കിപ്പോൾ പൊതുവെ ഇങ്ങനത്തെ ഒരു ഞാൻ നേരത്തെ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ പോലും സിറ്റിയിൽ ഇപ്പോൾ ബുദാപെസ്റ്റിലാണെങ്കിൽ പോലും ബുദ്ധ സൈഡും ഉണ്ട്, വെസ്റ്റ് സൈഡും ഉണ്ട്. ബുദ്ധ സൈഡ് എന്ന് പറയുന്നത് ഈ എന്താ പറയുക കൂടുതൽ റെസിഡൻഷ്യൽ ഏരിയ, അപ്പോൾ ഭയങ്കര കാമാണ്. മറ്റേ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ സിറ്റിയാണ്. അത് ബുദാപെസ്റ്റ് അറിയാമല്ലോ, പാർട്ടി ക്യാപിറ്റൽ പോലെയാണല്ലോ യൂറോപ്പിലെ. ഭയങ്കര ഐ പ്രിഫർ ടു ബി ഇൻ എ കാമർ പ്ലേസ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതാണ് എൻ്റെ ഒരു രീതി, കുറച്ചും കൂടെ കാമായിട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ മിക്കപ്പോഴും ഞാനിപ്പോൾ വേറെ രാജ്യങ്ങളിൽ പോയപ്പോഴൊക്കെ മെയിൻ ഇപ്പോൾ ഒരു രാജ്യത്ത് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി, ആ മെയിൻ സിറ്റീസൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, കവർ ചെയ്യാറൊക്കെ ഉള്ളത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ അത് പുതിയ രാജ്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ ഇപ്പോൾ ഹംഗറിയിൽ നിൽക്കുമായതുകൊണ്ട് ഹംഗറിയിലെ പല സ്ഥലങ്ങളും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് കുറച്ച് താല്പര്യമുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ നമ്മൾ പോകുന്നത് അവിടെയാണ്. നമ്മളിവിടെ ഇറങ്ങുക. എല്ലാം എടുത്തില്ലേ? ഒന്നും മിസ് ചെയ്തില്ലല്ലോ ഗൈസ്. അതിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങക്ക് കാണാൻ പറ്റുമോ? എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഇത് വല്ലാത്തൊരു കയറ്റമാണ് നമ്മൾ ഈ കയറാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പരമാവധി നമ്മൾ കയറാതിരിക്കുന്നതല്ലേ നല്ലത്. ബസ്സിന് പോയിരുന്നു നമുക്ക് ബീച്ച്. അത് ശരി, ഒന്ന് ലിഫ്റ്റ് ചോദിച്ചാലോ? ട്രൈ ചെയ്ത് നോക്കാം. കാരണം വയ്യ മുകളിലോട്ട് നടക്കാൻ, താഴോട്ട് നമുക്ക് നടക്കാം. ഇങ്ങനത്തെ പോസ്റ്റിൽ ഇങ്ങനെ നിന്നാ ചിലപ്പോ വണ്ടികൾ നിർത്തും. അല്ല, ലോറി വല്ലതും കിട്ടുമെങ്കിൽ നല്ലതാണ്. ചെക്കന്മാരുണ്ടായിരുന്നു. അത് ആകാശം. ഇതൊക്കെയാണെങ്കിലും നമ്മള് പോവാ തന്നെ, ഇല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? നേരെ നോക്കി ആകാശ കാണുന്നത്. അമ്മാതിരി കുത്തനെ കയറ്റത്. ഇനിയിപ്പോ എന്തായാലും കേറാം. കാടും മലയും കുന്നും താണ്ടി നമ്മൾ ഓരോ അനുഭവങ്ങളും നേടിയെടുക്കും. അല്ലേ? അങ്ങനല്ലേ പറയാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കും. ഇതൊക്കെ ഒരു ഫണ്ണ് ഗൈസ്, അല്ലേ?
കയറിക്കൊണ്ടിരിക്കുക. ബാക്കി കയറി ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ എത്തുമ്പോഴത്തേക്കിന് പാടം ഇളകും. പക്ഷെ എന്നാലും കയറുക. ഓക്കെ ബൈ. അങ്ങനെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെവിടെ വെച്ച് നിർത്തിയത് ആ മല കയറണം. മല പകുതി കയറിയപ്പോഴത്തേന് പടം ഇളകി. അത് പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇത് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി അടുത്ത ബസ് എടുത്ത് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. അവിടുന്ന് ആ ബസ് എടുത്ത് ബാലറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ വീഡിയോ എടുത്തോണ്ടല്ലോ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് വന്നായിരുന്നു. ബാലറ്റൻ ഒരു ലേക്ക് സൈഡിൽ പോയി എല്ലാവരും ഇറങ്ങി കുളിച്ചു എന്നൊക്കെ. ആ സ്ഥലത്ത് വന്ന് നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു. ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങി ഓടി വന്ന് ട്രെയിനിൽ കയറി. ഇതൊന്നും വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റിയില്ല. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് ഒന്ന് ഫുഡ് കഴിക്കാത്തതിന് പിന്നെ വേറെ അല്ലാണ്ട് പല കാര്യങ്ങളും കൊണ്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതിപ്പം മാറി. ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇനിയിപ്പോൾ ഞാൻ ബുദാപെസ്റ്റിൽ ചെന്നിട്ട് ഓക്കെ ബൈ ഗൈസ്. വണ്ടിയിൽ നിന്ന് നല്ലൊരു ഉറക്കം പാസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ബുദാപെസ്റ്റിലെത്തി തിരിച്ച് തലിപ്പുലെ അതുപോലെ രാവിലെ എവിടെ നിന്ന് കയറിയോ അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്നത്തെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിലേ, ബേസിക്കലി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 4 മണിക്കൂർ, അവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 മണിക്കൂർ, മൊത്തം 8 മണിക്കൂർ നമ്മുടെ ട്രാവൽ ചെയ്ത് പോയി. അന്ന് അവിടെ കാണാനോ ഒരു 2 മണിക്കൂറേ ഉള്ളായിരുന്നു. പക്ഷെ ആ 2 മണിക്കൂറോ പക്ക വെറുത്തിട്ടുമായിരുന്നു. എല്ലാവരും കൂടെ പോയി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചു. നൈസായിരുന്നു. ആ ലേക്ക് കേവ് ആണെങ്കിലും പിന്നെ നമ്മൾ പോയ ആ സിറ്റി സെൻറ്റർ ആണെങ്കിലും കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ആ ഒരു കാംനെസ്സും ഒക്കെ. പിന്നെ ശരിയാണ്, നമ്മൾ ബസ് പിടിച്ച് 1 hour ട്രാവൽ ചെയ്തിട്ട് വേറൊരു സ്ഥലം കാണാൻ വേണ്ടി പോയി. അത് നടന്നില്ല. പിന്നെ അവിടുന്ന് തിരിച്ച് ബാലറ്റൻ വന്നു. അവിടുന്ന് ട്രെയിൻ പിടിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴൊക്കെ ട്രെയിനിൽ നല്ല ചൂടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ അസൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം നമ്മൾ ആസ്വദിച്ചു. നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.